നമസ്കാരം, ജയനാണ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം എന്ന് നമുക്ക് നോക്കാം. ഏതൊരു ബിസിനസിന്റെയും വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വിജയകരമായ വളർച്ചയ്ക്ക് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അതിന് തുടക്കം മുതൽ നമ്മൾ അവയെക്കുറിച്ച് പഠിക്കുകയും അതെല്ലാം നമ്മുടെ ബിസിനസ്സിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വേണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അത് ഒരു ഉൽപ്പന്നമാണോ സേവനമാണോ എന്നുള്ളത്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഉൽപ്പന്നമാണോ സേവനമാണോ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളത് ബിസിനസിന്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഉൽപ്പന്നമോ സേവനമോ എത്ര കാലത്തോളം ഉപഭോക്താക്കൾക്ക് ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഉൽപ്പന്നമോ സേവനമോ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ പ്രോബ്ലംസിനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എത്രത്തോളം പരിഹരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ബിസിനസിന്റെ വിജയസാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു ഉൽപ്പന്നമോ സേവനമോ എങ്ങനെ മാർക്കറ്റിൽ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉപഭോക്താക്കൾ ആരെല്ലാമാണെന്ന് പഠിക്കുക, നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യം എത്രത്തോളമുണ്ട്, നിങ്ങളുടെ ഉൽപ്പന്നമോ നിങ്ങളുടെ സേവനമോ ഉപഭോക്താക്കളുടെ ജീവിതത്തിന് എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ള മനസ്സിലാക്കുക, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നേരിടേണ്ടതായി വരും എന്നതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ എത്ര കാലം നിങ്ങളുടെ സേവനം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് മാർക്കറ്റ് റിസർച്ച് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് റിസർച്ചിലൂടെ നിലവിലുള്ള മത്സരത്തെ മനസ്സിലാക്കുവാനും മത്സരത്തെ എങ്ങനെ ഓവർകം ചെയ്യാൻ, എങ്ങനെ അതിനെ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കുവാൻ മാർക്കറ്റ് റിസർച്ച് നിങ്ങളെ സഹായിക്കും. ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ബിസിനസിന്റെ മോഡൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന വരുമാന സ്രോതസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വിതരണം എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ചിത്രം ലഭിക്കുവാൻ നിങ്ങളുടെ ബിസിനസ് മോഡൽ നിങ്ങളെ സഹായിക്കും. പ്രധാനമായും രണ്ടുതരം ബിസിനസ് മോഡലുകളാണുള്ളത്. ഒന്ന് B2C, ഒന്ന് B2B. B2C എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിലേക്ക് നേരിട്ട് നടത്തുന്ന ബിസിനസ്സും, അതുപോലെ മറ്റ് ബിസിനസ്സുകാരുമായി ഇടകലർന്നുള്ള മറ്റ് ബിസിനസ്സുകാരുമായിട്ടുള്ള ഇടപാടുകളാണ് B2B ബിസിനസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് ബിസിനസ്സിലും പ്ലാനിങ്ങുകൾ വ്യത്യസ്തമായിരിക്കും. ബിസിനസ് മോഡൽ പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനമായും പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നടത്താൻ പോകുന്ന ബിസിനസ് ആശയം പ്രായോഗികമാണോ, അത് എത്രത്തോളം വിജയകരമാണ്, അത് മാർക്കറ്റിലേക്ക് ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിനാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആശയം വിജയകരമാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സംരംഭം തുടക്കമിടുന്നതിന് മുമ്പ് അത് പ്രായോഗികമായ കാര്യമാണോ അല്ലയോ എന്ന് വ്യക്തത ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു സംരംഭം സാമ്പത്തികമായി പ്രയോജനകരമാണോ, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം റിസ്കുകൾ നമുക്ക് നേരിടേണ്ടി വരും, നമ്മുടെ സംരംഭത്തിന്റെ പ്രതിസന്ധികൾ എന്തെല്ലാം, അതുപോലെ തന്നെ സാങ്കേതികമായ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിലയിരുത്തലുകൾ കൂടിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, വിലയിരുത്തുന്നത് എന്തെല്ലാം ടെക്നോളജികളാണ് നമ്മളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കണം, എവിടെ വിതരണം ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ പഠനമാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ നമ്മൾ നടത്തുന്നത്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുക. ഒന്നാമത് ആരംഭ ചെലവുകൾ, രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമാണ് ലാഭം, മൂന്നാമത്തെ പ്രധാന കാര്യം ഫണ്ടിങ് ആവശ്യമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച്. ആരംഭ ചെലവുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനി തുടങ്ങുന്നതിനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിനുള്ള തൊഴിലാളികളെ കുറിച്ചും എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങണം എന്നതിനെ കുറിച്ചും വിശദമായ സ്റ്റഡിയാണ് അതിൽ നടക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാഭത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ. നമ്മളുടെ ബിസിനസ് എത്ര സമയം കൊണ്ട്, എത്ര ടൈം പീരീഡിനുള്ളിൽ ലാഭകരമാകും, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് എത്തും എന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇതിൽ പ്രധാനമായും നടത്തുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി മറ്റൊരു പ്രധാന വിലയിരുത്തലാണ് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. നമ്മൾക്ക് എവിടെ നിന്നെല്ലാം ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യണം, ആരിൽ നിന്നെല്ലാം നിക്ഷേപം സ്വീകരിക്കണം, എത്ര തുക നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനമാണ് ഇതിൽ നടത്തുക. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നുള്ളത്. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. ഒന്ന് നമ്മുടെ വിപണി സാധ്യതയെ പറ്റിയും, രണ്ടാമത്തേത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും, മൂന്നാമത്തേത് വിതരണ ശൃംഖലയെ കുറിച്ചുമാണ്. ഇതിൽ വിപണി സാധ്യത എന്നതിനെ കുറിച്ചുള്ള പഠനം എന്നാൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ സേവനത്തിന് ആരെല്ലാമാണ് ഉപഭോക്താക്കൾ എന്നതിനെ കുറിച്ചുള്ളതും ഉപഭോക്താക്കൾക്ക് നമ്മളുടെ
ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ എത്രത്തോളം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചും എത്ര കാലം നമ്മളുടെ ഉൽപ്പന്നം അവിടെ നിലനിൽക്കും, നമുക്ക് എത്രത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് വളരാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് നമ്മൾ വിപണി സാധ്യതയെക്കുറിച്ചുള്ള പഠനത്തിൽ ഉൾക്കൊള്ളിക്കുക. മാർക്കറ്റ് ഫീസിബിലിറ്റിയിൽ നമ്മൾ വിലയിരുത്തുന്ന മറ്റ് 2 ഘടകങ്ങളാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരെല്ലാമാണെന്നും എന്തെല്ലാം മത്സരമാണ് നമുക്ക് നേരിടേണ്ടി വരുമെന്നും എങ്ങനെ അവയെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നെ അതേപോലെ തന്നെ പ്രധാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ വിതരണ ശൃംഖല എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ. ഫീസിബിലിറ്റി സ്റ്റഡിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലീഗൽ ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മുടെ ബിസിനസിന്റെ രജിസ്ട്രേഷൻ, അതുപോലുള്ള മറ്റ് നിയമസാധ്യതകൾ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് നമ്മുടെ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിലെ സിസ്റ്റം എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതും സ്റ്റാഫിനെ കുറിച്ചുള്ള പ്രായോഗിക മാനദണ്ഡങ്ങൾ ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി സ്റ്റഡിയിലാണ്. നിങ്ങൾക്കും ഫീസിബിലിറ്റി സ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ സംരംഭത്തിന്റെ വിജയസാധ്യത മാത്രമല്ല പരിശോധിക്കുന്നത്, അതിന്റെ പരാജയ സാധ്യത കൂടിയാണ്. അതുകൊണ്ട് ഒരു ബിസിനസിന്റെ റിസ്കുകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നു. ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നതിനോ വേണ്ട എന്ന് വെക്കുന്നതിനോ ഒരു തീരുമാനമെടുക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഒപ്പം തന്നെ പുതിയൊരു ആശയം ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭകർക്ക് അത് വേണ്ടാന്ന് വെക്കുന്നതിനോ അതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പഠിച്ച് അത് ലാഭകരമാകുമോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുമോ എന്നതിനെക്കുറിച്ചൊരു വിശദമായ മനസ്സിലാക്കൽ നടത്തുവാൻ ഇത് സഹായിക്കുന്നു. ഒരു ബിസിനസിന്റെ മോഡൽ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനൊരു വിശദമായ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്ലാൻ എഴുതി തയ്യാറാക്കുക എന്നുള്ളത് ബിസിനസിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബിസിനസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് സഹായിക്കുന്നു. എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിപണി മേഖല, അതുപോലെ ഏതെല്ലാം ഉപഭോക്താക്കളാണ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു ചിത്രവും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു രേഖയാണ് ബിസിനസ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് പ്ലാനിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കണമെങ്കിൽ ഈ ബിസിനസ് പ്ലാൻ അത്യാവശ്യമാണ്. നിക്ഷേപകർക്ക് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുന്നതിന് ഈ ബിസിനസ് പ്ലാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ വിപണിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതുവഴി കൂടുതൽ കോൺഫിഡൻസും ഈ ബിസിനസ് നടത്തണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നിയമപരമായ സംരക്ഷണം എന്ന് വെച്ചാൽ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ബിസിനസ് പ്ലാൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ബിസിനസ് പ്ലാനിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഘടകമാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. എന്താണിത്? ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു രത്ന ചുരുക്കമാണ്. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ കാണുന്നവർക്ക് ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ തന്നെ വായനയിൽ തന്നെ ചുരുക്കമായി പ്രതിപാദിക്കുന്നതാണ് ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് സമ്മറിയുടെ പ്രാധാന്യം എന്തെല്ലാമാണ്? എക്സിക്യൂട്ടീവ് സമ്മറിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നിക്ഷേപകരെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെയോ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചൊരു അവലോകനം നടത്തുവാൻ ആദ്യം ഈ എക്സിക്യൂട്ടീവ് സമ്മറിയിലൂടെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ പേര്, അതുപോലെ സ്ഥാപനം എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, എന്തൊക്കെയാണ് പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്നുള്ളത്, എന്താണ് നമ്മുടെ ഉൽപ്പന്നം എന്നുള്ളത്, നമ്മുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊരു രത്ന ചുരുക്കമാണ് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ബിസിനസ് പ്ലാനിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ആണ്. എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നു എന്നതിനെക്കുറിച്ചും മാർക്കറ്റിലുള്ള എന്ത് പ്രശ്നത്തെയാണ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം അഡ്രസ്സ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള വിശദമായ ഒരു വിവരണമാണ് മാർക്കറ്റ് റിസർച്ചിലൂടെ നിങ്ങൾ കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിപണിയിലെ ലക്ഷ്യം, നിങ്ങളുടെ വിപണിയിൽ നിന്നുണ്ടാകുന്ന ലാഭം എത്ര എന്നതിനെക്കുറിച്ചുള്ള എല്ലാം ഒരു വ്യക്തമായ വിവരണം മാർക്കറ്റ് റിസർച്ചിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ബിസിനസ് പ്ലാനിൽ ഉൾക്കൊള്ളിക്കേണ്ട മറ്റൊരു പ്രധാന ഭാഗമാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും അവയുടെ പ്രത്യേകതകളും എന്നുള്ളത്. പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. എന്താണ് നിങ്ങളുടെ ഉൽപ്പന്നം എന്നതും നിങ്ങളുടെ ഉൽപ്പന്നം കൊണ്ട് കസ്റ്റമർക്ക് എന്തൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കസ്റ്റമർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും എന്ത് പ്രശ്നത്തിന് പരിഹാരമായാണ് ഈ ഉൽപ്പന്നം നിങ്ങൾ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു വിശദമായ വിവരണം ഇതിൽ കൊടുക്കാവുന്നതാണ്. ബിസിനസ് പ്ലാനിലെ മറ്റൊരു പ്രധാന ഘടകമാണ് ഓപ്പറേഷൻസ് പ്ലാൻ.
നിങ്ങളുടെ ബിസിനസ്സിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപരേഖ ഓപ്പറേഷൻസ് പ്ലാൻ തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും വിതരണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും Z ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അടുത്തതായി പരിഗണിക്കേണ്ട ഒരു പ്രധാന സാധനമാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ. വിപണന തന്ത്രങ്ങൾ എന്തെല്ലാം, ആരെയൊക്കെയാണ് നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെ പരസ്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയാണ് മാർക്കറ്റിംഗ് പ്ലാനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിപണന തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ രൂപരേഖ ലഭിക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. ബിസിനസ് പ്ലാനിലെ ഏറ്റവും വളരെ പ്രധാനം അതിസങ്കീർണമായ ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്. ഇതിൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ ഒരു അവലോകനമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നമ്മൾ നടത്തുക. ഇത് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപരേഖ ലഭിക്കുന്നതിനും സാമ്പത്തികമായി നമ്മൾ ഇത് എത്രത്തോളം നമുക്ക് ഗുണകരമാകും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് സഹായകരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലെ വ്യക്തമായ ഒരു പ്ലാന് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ അതിനെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് വിശദമായ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും അതുപോലെ ബിസിനസ് പ്ലാനും തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്.